ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു ഹാമ്പർ സെറ്റ് ചെയ്യാം. ഇന്ന് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. സാധാരണ ഇവിടെ എല്ലാവരും ബർത്ത്ഡേ വരുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 12 മണി ആ ഒരു ടൈമിലാണ് കൊടുക്കൽ. പക്ഷേ ഈ ഒരു ബർത്ത്ഡേക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ബാഗ് വന്ന തന്നെ വൈകുന്നേരം ഒരു 5:30 മണി ആ ഒരു ടൈമിലാണ് ഈ ഒരു ബാഗ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ല രസമുള്ള ഒരു ഹാമ്പർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഹാമ്പറല്ല, ഒരു വെറുതെ കൊടുക്കണ്ട, എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാഗ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സെല്ലാം വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആക്രിലിക് കട്ടിങ് അതെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബാഗ് കയ്യിൽ കിട്ടുന്നവരെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിന്. കാരണം ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഈ ഒരു ബാഗ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാൻ തന്നിട്ടില്ല. കാരണം സാധാരണ ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അത് കുറേ നോക്കി ഇത് വേണോ അല്ലെങ്കിൽ വേറെ വേണോ എന്നുള്ളത് ഇങ്ങനെ നോക്കും. ഇതങ്ങനെ കുറേ നോക്കാൻ നിന്നിട്ടില്ല, ഇഷ്ടപ്പെട്ട് അങ്ങ് ഓർഡർ ചെയ്താൽ പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി. ഇനി എങ്ങാനും ഞാൻ ഉദ്ദേശിച്ച സൈസ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. കാരണം ഈ ഒരു ബാഗ് കിട്ടുന്നത് ബർത്ത്ഡേൻ്റെ ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന് ഈ ഒരു ഗിഫ്റ്റ് പാളിപ്പോകുന്നുള്ളത്. പിന്നെ ഈ ഒരു ബാഗ് കൈമിൽ കിട്ടിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ബാഗ് കോഫി കളറായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്ലവേഴ്സ് ഒരു ബേജ് ആൻഡ് വൈറ്റ് കോമ്പോയിൽ ചെയ്യാം. ഹസ്ബൻഡ് 2-3 ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിന്, ബട്ട് ബേജ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഏത് കളർ ആഡ് ചെയ്യുന്ന ചോദിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പോ ചെയ്യുമ്പോൾ ഒരു ബ്രൈറ്റൺ ഫീൽ ചെയ്യും, അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് 9 മണി ആ ഒരു ടൈമിൽ കൊടുക്കാമെന്ന് വെച്ചാൽ. എൻ്റെ സിസ്റ്റർ നാട്ടിലില്ലാത്തതുകൊണ്ട് ഉമ്മാൻ്റെ ബ്രദറിനെയും വൈഫിനെയും ഏൽപ്പിച്ചിട്ടുണ്ടായിന് ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്. അപ്പോൾ അത് അവർ എന്നോട് പറഞ്ഞ് നീ സെറ്റായാൽ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ നീ വിളിച്ചോ, അപ്പോഴത്തേക്ക് നമ്മൾ അതും കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് ആക്കണമെങ്കിൽ എന്തായാലും ഒരു 9 മണി ആ ഒരു അരമണിക്കൂറിനുള്ളിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കാരണം മൂപ്പര് വരാൻ എന്തായാലും 8:30 മണി കഴിയും. അപ്പോൾ അവർ വന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി പിന്നെ വിചാരിച്ച് ഫുഡും കൂടി കഴിഞ്ഞിട്ട് നല്ല സമാധാനത്തിൽ ചെയ്യാം. ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് ഫ്ലവേഴ്സിൽ കുറച്ചും കൂടി ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ്സും പിന്നെ നല്ല പ്യോർ വൈറ്റ് ഫ്ലവേഴ്സും കൂടിയിട്ട് ഇങ്ങനെ ഇടയിലിടയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിൻ റിബണാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഭയങ്കര സിമ്പിളാണ്, കിട്ടുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഹാമ്പർ ഒരേ രീതിയിൽ സെറ്റ് ചെയ്യാണ്ട് ഇതേപോലെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡിലെല്ലാം ഒന്ന് ഗിഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഓരോ ടൈമിൽ ഓരോ ട്രെൻഡാണ്. അപ്പോൾ ആദ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഫസ്റ്റിൽ ചെയ്യുന്ന ടൈമിൽ വുഡൻ ഹാമ്പറിലാണ് എല്ലാം സെറ്റ് ചെയ്യാറ്. അപ്പോൾ അതിന് ഭയങ്കര റേറ്റുമാണ്. പിന്നെ കുറച്ച് നാൾ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് ബോക്സ് ഉണ്ടാക്കാം. അത് അതിന് ഷോപ്പിൽ നിന്ന് തന്നെ റെഡിമെയ്ഡ് ബോക്സ് കിട്ടുമായിരുന്നു. പിന്നെ ആരും ഉണ്ടാക്കേണ്ടതൊന്നും വന്നിട്ടില്ല. അതും ഫുള്ള് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ അതും വേണ്ടണ്ടായി. പിന്നെ ഫുള്ള് ട്രോളിയായി. ഇപ്പം ട്രാൻസ്പെറൻറ്റിൽ എല്ലാവരും കളിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താവോ വരാൻ പോകുന്നതെന്നറിയില്ല. ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ആക്രിലിക്കിൻ്റെ ഈ ഒരു ബർത്ത്ഡേ സ്റ്റിക്കർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതും 2 തരമുണ്ട്. ബാക്കിൽ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് പറിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്നത്, പിന്നെ ബാക്കിൽ സ്റ്റിക്കർ ഇല്ലാത്തതുണ്ട്. ഇല്ലാത്തത് വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂ ഗണ്ണെല്ലാം വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് മീനെ ഇതിങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ മേലയിലൊരു സ്റ്റിക്കറുണ്ട്, നല്ലൊരു ഷൈനിങ് കിട്ടുക. ഇത് പറിച്ച് കഴിഞ്ഞാൽ ഷൈനിങ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഹാമ്പർ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക ഇതിൻ്റെ. അപ്പോൾ അവരോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതുമായിട്ട് താഴത്ത് പോകാം. അവർ വരുമ്പോൾ മാത്രമേ എനിക്ക് താഴത്ത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ മുന്നിലായി പോകുമല്ലോ. അപ്പോൾ കേക്കും അവരുടെ കയ്യിലാണ് ഉണ്ടായത്. അനിയനെ അവർ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം.
കേക്കും കൂടി നമുക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 നാൾ കഴിഞ്ഞു ഗിഫ്റ്റ് കിട്ടി